മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സഭാപ്രസംഗകൻ 10:1, The book of Ecclesiastes, chapter 10, verse 1. ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ സുഗന്ധം കലർത്തുന്നു, അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഢ്യം മതി. സുഗന്ധതൈലത്തിൽ ഈച്ച വീണ് ചത്ത് ചീഞ്ഞാൽ വാസന ഇല്ലാതാവുക മാത്രമല്ല, ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങും. ഇത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ചും ശരിയാണ്. ബഹുമാനവും സൽപ്പേരും ആർജിക്കുവാൻ ദീർഘകാലം വേണം. അച്ചടക്കത്തോടും ക്രമീകരണത്തോടും കൂടെ ജീവിതം നയിച്ചാൽ വളരെ കാലം കൊണ്ട് മാത്രമേ ജ്ഞാനവും മാനവും ലഭിക്കുകയുള്ളൂ. അങ്ങനെ സമ്പാദിച്ച സൽപ്പേര് നശിപ്പിക്കുവാൻ കരുതലില്ലാതെ പറയുന്ന ഒരു വാക്കോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ മതിയാകും. ഒരു മനുഷ്യായുസ് കൊണ്ട് സ്വായത്തമാക്കിയ സൽപ്പേരും ബഹുമാനവും നഷ്ടപ്പെടുത്തുവാൻ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു മിനിറ്റ് ശക്തമാണ്. ക്രൈസ്തവൻ ചെറിയ തെറ്റുപോലും സംഭവിക്കാതിരിക്കുവാൻ ജാഗ്രത പാലിക്കണം. ക്ഷിപ്രകോപമോ തൽക്കാല വികാരമോ നമ്മെ കീഴടക്കാൻ അനുവദിക്കരുത്. സൂക്ഷ്മകാര്യങ്ങളിലെ ജാഗ്രത ആവശ്യമാണ്. ബലവത്തായ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ചങ്ങലയുടെ ഒരു കണ്ണി മാത്രം നൂൽക്കമ്പി കൊണ്ടുണ്ടാക്കിയാൽ ചങ്ങലയുടെ ആകെ ബലം ആ നൂൽക്കമ്പിയുടേത് മാത്രമാണ്. കരുതലോടും സൂക്ഷ്മതയോടും വളരെ കാലം ജീവിച്ച ശേഷം ഒരു തെറ്റിലകപ്പെട്ടാൽ ആ ജീവിതത്തിന്റെ നിലവാരം ഇടിഞ്ഞതാണ് പോകും. ജലം നിറച്ചിരിക്കുന്ന പാത്രം എത്ര വലുതായാലും ചെറിയ സുഷിരമുണ്ടായാൽ പാത്രം ഓട്ടപാത്രമാണ്, അത് ഉപയോഗശൂന്യമാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു തെറ്റ് ജീവിതത്തെ നശിപ്പിക്കുന്നു. ക്രൈസ്തവന്റെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും അവന്റെ മുഴുവൻ ശക്തിയെ നശിപ്പിക്കും. ആദവും ഹവ്വയും ഒരു തെറ്റ് ചെയ്തതിന്റെ ഫലമായി പർദീസ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ദാവീദിന്റെ ഒരു തെറ്റ് ദീർഘകാല ദുഃഖത്തിനും വിലാപത്തിനും കാരണമായി. ഒരു തെറ്റ് ചെയ്ത യൂദാസ് ആത്മഹത്യ ചെയ്തു. ചെറിയ ഒരു തെറ്റ് വലിയ നാശമുണ്ടാക്കും. ചെറിയ കാര്യങ്ങൾ ക്രമീകരണവും ശ്രദ്ധയും ഉണ്ടായാൽ മാത്രമേ ജീവിതം ശരിയാവുകയുള്ളൂ. അതെ, ഒരു വീഴ്ച ജീവിതത്തെ അവസാനിപ്പിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.